നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. എന്താണ് നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. ഇതിൽ ആദ്യം ഒരു തിയറമാണ് പഠിക്കേണ്ടത്. സപ്പോസ് എഫ് ആൻഡ് ജി ബി ടു റിയൽ ഫങ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് എ റിയൽ നമ്പർ സി, ദെൻ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ്, എഫ് മൈനസ് ജി കണ്ടിന്യൂസ്, എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ്, എഫ് ബൈ ജി കണ്ടിന്യൂസ്. രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ് നമുക്കുണ്ടെങ്കിൽ അവയുടെ സം എടുത്താലും ആ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻസ് എടുത്താലും കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോഡക്റ്റ് എടുത്താലും കണ്ടിന്യൂസ് ആയിരിക്കും, അതിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ കോഷ്യൻ്റ് എടുത്താലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഡിവിഷൻ നമ്മൾ എടുക്കുമ്പോൾ എഫ് ബൈ ജി എടുക്കുമ്പോൾ ജി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എഫ് ബൈ ജി എടുക്കുമ്പോൾ എഫ് ബൈ ജിയിൽ ജി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/x ഒക്കെ പറയുമ്പോൾ എക്സിന് 0 വന്നാൽ 1/0 ആയി. ഇപ്പോൾ 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 കൂടെ എടുക്കും. അതിനുള്ള കോഷ്യൻ ഫംഗ്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിയറം. അവിടെ എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ നേരത്തെ ക്ലാസ്സിലും പഠിച്ചതാണ്. ഇനി ഒരു തിയറം, സപ്പോസ് എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് സച്ച് ദാറ്റ് എഫ് കോമ്പോസിഷൻ ജി ഈസ് ഡിഫൈൻഡ് അറ്റ് സി. If G is continuous at C and if F is continuous at G of C, then F composition G is continuous at C. അപ്പം രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. എന്താണ് കോമ്പോസിഷൻ എന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സപ്പോസ് ഒരു ഫംഗ്ഷൻ സൈൻ എക്സ് ആണെന്ന് വിചാരിക്കും. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവയുടെ കോമ്പോസിഷൻ നമ്മൾ ഇങ്ങനെ എഴുതി, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫിനകത്ത് ജി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, അതിൽ ജി കൂടെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയും. ഇതാണ് അതിൻ്റെ കോമ്പോസിഷൻ. അപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടാൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടാലും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സൈൻ ഓഫ് എക്സ് സ്ക്വയർ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കാം. അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയറിനെ നമുക്ക് കോമ്പോസിഷൻ ആണോ അല്ലെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. സൈൻ ഓഫ് എക്സ് സ്ക്വയർ, അതിൽ ഈ ഫംഗ്ഷനെ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ട് എഴുതാൻ പറ്റുമെന്നാണ് നോക്കുക. ഇതിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്നാമത്തത് സൈൻ എക്സും രണ്ടാമത്തെ എക്സ് സ്ക്വയറും. ഈ രണ്ടിൻ്റെയും കൂടെ കോമ്പോസിഷനാണ് സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ അതിന് രണ്ട് ഫംഗ്ഷൻ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ജി ഓഫ് എക്സ് എന്ന് എച്ച് ഓഫ് എക്സ് എന്ന്. ഇവയുടെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ ഡെഫിനിഷൻ അനുസരിച്ച് ജി ഓഫ് എച്ച് ഓഫ് എക്സ്, അതിൽ അപ്പോൾ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളെടുത്ത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ എന്നാണ്. ജി ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ സൈൻ എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടി. അപ്പോൾ ഇത് കോമ്പോസിഷൻ ആണെന്ന് പ്രൂവ് ചെയ്തതാണിത്. അപ്പോൾ ഈ ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ്. ഹിയർ ജി ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, അത് സൈൻ എക്സിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, വേവ് ഫംഗ്ഷൻ, അത് കണ്ടിന്യൂസ് ആണ്. അതേപോലെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ആണ്, അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എഫ് ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ്, ദെയർഫോർ ഹെൻസ് ജി കോമ്പോസിഷൻ എച്ച് ഈസ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പാർട്ട് നമുക്ക് നോക്കാം. സൈൻ എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും ഗ്രാഫാണ്. ഇതിൽ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, ഇങ്ങനെ വേവ് ഫംഗ്ഷനാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത് കണ്ടിന്യൂസ് ആണ്. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്, പരാബോളിക്. ഇവയുടെ കോമ്പോസിഷൻ എടുത്താൽ ഇങ്ങനത്തെ ഫംഗ്ഷനാണ് കിട്ടുന്നത്, സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഇത് കണ്ടിന്യൂസ് ആണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം. എത്ര എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിന് ബ്രേക്ക് ഒന്നും വരില്ല. അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കോമ്പോസിഷൻ ഫംഗ്ഷനാണ്, ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ സൈൻ എക്സിൻ്റെയും
എക്സ് സ്ക്വയറിൻ്റെയും കോമ്പോസിഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു ഫംഗ്ഷനാണ്, ഒരു പോയിൻ്റ് വൈസ് ഫംഗ്ഷനാണ്. ഇതിൽ എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ 1, എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ എക്സ് പ്ലസ് 2 എടുക്കും. അതായത് നമ്മൾ ഡൊമൈനിൽ 1 എന്ന നമ്പർ എടുത്താൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എക്സ് പ്ലസ് 2, റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എക്സ് മൈനസ് 2 ആയിരിക്കും. അതായത് ഇവിടെ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. 1ലെ പോയിൻ്റിലെ വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ്, ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ ഫംഗ്ഷനിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് 3 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. എക്സ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്യുക, ലെസ് ദാൻ 1 ചെക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 1 ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്യാം. എക്സ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്യുമ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എടുക്കേണ്ടി വരും എക്സ് ഈക്വൽ ടു 1ൽ. അതപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ 2 ഫംഗ്ഷൻസ് ഉണ്ട്. വി ടേക്ക് LHL ആൻഡ് RHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ കണ്ടെത്തുക. 1ൻ്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് 1 മൈനസ്, റൈറ്റ് സൈഡിലുള്ളതുകൊണ്ട് 1 പ്ലസ്. ലെഫ്റ്റ് ലിമിറ്റ് കണ്ടെത്താൻ നമുക്ക് എഫ് ഓഫ് എ മൈനസ് എച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആണ്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആയതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് പ്ലസ് 2, എന്നിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 2 3 എന്ന് വരും. ഇതേപോലെ റൈറ്റ് ലിമിറ്റ് ഇതുപോലെ കാണുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് ഫംഗ്ഷൻ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ 1 മൈനസ് 2 മൈനസ് 1. ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് അവിടെ ഈക്വൽ അല്ല കിട്ടിയത്. ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതായിരിക്കും പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, ബ്രേക്ക് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒന്നുകിൽ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ 1 എന്ന പോയിൻ്റാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതിൽ LHL RHL ഈക്വൽ അല്ല. ഇനി ലെഫ്റ്റ് സൈഡ് ചെക്ക് ചെയ്യണമെങ്കിൽ അതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, അത് കണ്ടിന്യൂസ് ആയിരിക്കും. റൈറ്റ് സൈഡ് ചെക്ക് ചെയ്യണമെങ്കിൽ അതും പോളിനോമിയലാണ്, അതും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ 1 ചെക്ക് ചെയ്യുമ്പോൾ മാത്രം കണ്ടിന്യൂസ് കിട്ടില്ല. അത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. 1 ഈസ് ദ പോയിന്റ് ഓഫ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ ത്രൂ ഔട്ട് പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് എക്സെപ്റ്റ് 1, അതായത് റിയൽ നമ്പേഴ്സിന് 1 മൈനസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്, 1ൽ ബ്രേക്ക് വരും. അതാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി ഇതുപോലൊരു ഫംഗ്ഷനാണ്, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 2 ഫംഗ്ഷൻ ഇതുപോലെ എക്സ് ഈക്വൽ ടു 1ലും ലെസ് ദാൻ 1ലും ഗ്രേറ്റർ ദാൻ 1ലും ഇതുപോലെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കണ്ടെത്തുക. അപ്പോൾ അവിടെ നോട്ട് ഈക്വൽ ആണ് വന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നോട്ട് ഈക്വൽ ടു എന്നതുകൊണ്ട് നമുക്ക് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ 1 ചെക്ക് ചെയ്യുമ്പോൾ പോളിനോമിയലാണ്, അത് കണ്ടിന്യൂസ് ആണ്, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ R മൈനസ് 1ൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ കെയുടെ വാല്യൂ കണ്ടെത്തണം. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആയിരിക്കും, അത് എഫ് ഓഫ് സിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആയേ പറ്റും. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കണ്ടെത്തി അതിന് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ പൈ ആണ്, പൈ മൈനസ് പൈയുടെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ഏതാണ്? കെ എക്സ് പ്ലസ് 1. അപ്പോൾ അതവിടെ കൊടുക്കും, കെ എക്സ് പ്ലസ് 1. അതിൽ എക്സിന് പൈ കൊടുക്കുമ്പോൾ കെ പൈ പ്ലസ് 1. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്.
റൈറ്റ് ലിമിറ്റ് ഇതുപോലെ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു പൈ പ്ലസ് ഇവിടെ കോസ് എക്സ് ആണ് റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് പൈ എക്സിന് പൈ കൊടുക്കുമ്പോൾ കോസ് പൈ എന്ന് കിട്ടും. കോസ് പൈയുടെ വാല്യൂ -1. ഇനി ലെഫ്റ്റ് റൈറ്റും ലിമിറ്റുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കെ പൈ പ്ലസ് 1 ഈക്വൽ ടു -1. ഈ +1 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -1, അപ്പോൾ അത് -2 ആയി. ഇതിൽ നിന്ന് കെയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് കണ്ടെത്താം. കെയുടെ വാല്യൂ -2/π. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കെ കാണാനോ അല്ലെങ്കിൽ ലാംഡ കാണാനോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എഴുതാം ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് അതിലുള്ള വേരിയബിൾ കണ്ടെത്താം. ഓക്കെ.